ശരി, ഞാൻ ആട് 3-ലെ ക്യാരക്ടേഴ്സിനെ നന്നായി പെട്ടെന്ന് പറയാം. ഇവരുടെ ആട് 3-ൽ എന്തായിരിക്കും ഇവര് തരിക എന്നുള്ളത് 1 വേർഡിൽ പറയാൻ പറ്റുമെങ്കിൽ ഉം, പറയുക. ഉം. അറക്കൽ അബു എന്തായിരിക്കും ആട് 3-ൽ അദ്ദേഹം ഉണ്ടാക്കുന്ന ഇമ്പാക്ട്? അരക്കൽ അബു കൈപ്പുഴ കുഞ്ഞപ്പനെ വിടില്ല പ്രാവശ്യം. അതെയോ? ഉം. ഒരു പിന്നെയും. ഇപ്പൊ അറക്കൽ അബുവിനെ ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് ടീം മെമ്പേഴ്സിന്റെ മുമ്പിൽ വെച്ചാണ് ഇൻസൾട്ട് ചെയ്തിട്ട് ആ, പോയത്. ആ. ഇപ്രാവശ്യം വിടാൻ ഉദ്ദേശിക്കുന്നില്ല. അടിപൊളി. ക്യാപ്റ്റൻ ക്ലീറ്റസ്. ക്ലീറ്റസിന് കിളി വന്നിരുന്നെങ്കിൽ ആ. എന്ന് നമ്മള് ഓഡിയൻസ് ഒന്ന് ആഗ്രഹിച്ചു പോകും. ഉം, കിളി ഉം. വന്നിരുന്നെങ്കിൽ. ഓക്കെ, ബിക്കോസ് ഓക്കെ. അയാൾ അതിനകത്ത് കാണിക്കാൻ പോകുന്ന കാര്യങ്ങള് ചില്ലറയൊന്നുമല്ല. അയാൾ ആ. കാരണം ഉണ്ടാക്കിയിരിക്കുന്ന പ്രശ്നങ്ങള്. കഞ്ചാവ് സോമൻ. സോമൻ കുറച്ചുകൂടെ ബുദ്ധിമാനാവുന്നു. കുറച്ചുകൂടെ ഏത് രീതിയിൽ? കുറച്ചുകൂടെ ബുദ്ധി ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്നു. കൂടെയുള്ള മണ്ടനായ ബാറ്റർ സൈമണെ എങ്ങനെയെങ്കിലും പറ്റിച്ച് ഈ ഓവർ ഷാഡോ ചെയ്യാനായിട്ടുള്ള പരിപാടികളാണ്. അത് വീണ്ടും തുറന്നുകൊണ്ടേയിരിക്കും. ആ, ആ, ആ. ഡ്യൂഡ് ഈ വട്ടം. ഡ്യൂഡിന് എങ്ങനെയെങ്കിലും ബാങ്കോക്കിൽ തിരിച്ചു പോകണമെന്നാണ്. ആ, പക്ഷെ ഇപ്പം തമിഴന്മാര് പിടിച്ചോണ്ട് പോയി. ആ. അതിപ്പോഴും അവിടെ തന്നെ. തമിഴന്മാര് പിടിച്ചോണ്ട് പോയല്ലോ. ആ. അപ്പൊ തമിഴന്മാര് പിടിച്ചോണ്ട് പോയ ഡ്യൂഡിന്റെ അവസ്ഥയാണ് ഉം. ഇതിൽ ഏറ്റവും പ്രത്യേകതയായിട്ടുള്ളത്. ഡ്രാഗൺ പൈലി ഡ്യൂഡിന്റെ കൂടെ തന്നെ. പൈലി ഡ്യൂഡിന്റെ കൂടെ പെട്ടുപോയി. ആ, തമിഴന്മാരുടെ കൂടെ പൈലിയും പെട്ടിട്ടുണ്ട്. ആ, ആ, ആ. അപ്പം ഇനി അത് ബാങ്കോക്കിൽ തിരിച്ചു പോകാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ഈ എപ്പിസോഡിൽ അറിയാം. പി ശശി ആഭ്യന്തരമന്ത്രി. ശശി ആഭ്യന്തര ആ. PWD മിനിസ്റ്റർ. ആ, അല്ല അത് ഒരു അപ്ഗ്രേഡ് എന്നുള്ള ആ രീതിയിൽ. പുള്ളിക്ക് വേറെന്തോ വകുപ്പുകളും കൂടെ കിട്ടിയിട്ടുണ്ട്. നൈസ്, ആ. നൈസ്. ഡ്രൈവർ പൊന്നപ്പൻ. സർപ്രൈസ് ആയിട്ട് അവിടെ ഇരുന്നോട്ടെ. ആ, പൊന്നപ്പൻ എവിടെ പോയല്ലോ മറ്റേ ആ, ഇതിനെക്കൊണ്ട്. ആ, ആ. പൊന്നപ്പനെ ഇവിടെ നമുക്ക് അറിയില്ല ഇപ്പൊ. സർബത്ത് ഷമീർ. ഷമീറിന്റെ കൂടെ ഉണ്ടായിരുന്ന ജോയിൻ ചെയ്തവരൊക്കെ ഇപ്പം CAയും ഉം. SP വരെയൊക്കെ ആയി. ഓ. ഷമീറിന് ഇപ്പോഴും ശക്തമായ ഒരു കേസ് അങ്ങോട്ട് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ. മറ്റേ കുറെ പാടുപെട്ടെങ്കിലും മറ്റേ ഇതൊക്കെ പിടിച്ചെങ്കിലും അതിന്റെ ഫുൾ ക്രെഡിറ്റ് ഷമീറിന് കിട്ടിയില്ല. ഉം, ഉം. അത് പാപ്പനും ടീമിനും പകുതി പോയി. ഓക്കെ, ഓക്കെ. ബിക്കോസ് ഷമീർ അതിനെ ഒരു ഇൻഫ്ലുവൻസർ ആയെന്നേ ഉള്ളൂ. അതുകൊണ്ട് അതിന്റെ കലിപ്പില് ഷമീർ ഇപ്പോഴും SI ആയി തുടരുകയാണ്. ഓക്കെ, ആ, ഓക്കെ. ഷമീറിന് എങ്ങനെയെങ്കിലും ഒരു പ്രമാദമായ ഒരു കേസ് അന്വേഷിച്ച്. അന്വേഷിച്ച് പിടിച്ച് എങ്ങനെയെങ്കിലും ഒരു CI SP വരെയെങ്കിലും ആവണമെന്നുള്ള ആഗ്രഹത്തിൽ ഷമീർ നടക്കുകയാണ്. അത് ഈ പ്രാവശ്യം നടക്കുമെന്ന് നമുക്ക് നോക്കാം. ഷമീറും ഈ സൽമാൻ ഖാനുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധം? അല്ല, ഷമീർ അത് ഇൻസ്പയർ ആയ ആളാണ്. ഷമീറിന് എങ്ങനെയെങ്കിലും അതുപോലെയൊക്കെ ആവണം എന്ന ആഗ്രഹമുള്ളതുകൊണ്ടാണ് പാണ്ഡെ ഷമീർ പോലെ. ആ കോപ്രായൊക്കെ കാണിച്ച് നടക്കുന്നത്. പക്ഷെ അവിടെ വരെ എത്തുമെന്ന് സാത്താൻ സേവിയർ ഈ വട്ടം എന്താ കടത്താൻ ഉദ്ദേശിക്കുന്നത്? സാത്താൻ സേവറിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കമ്മട്ടവും പോയി, $1 മില്യൺ പോയി. അപ്പം സാത്താന് എന്താ സംഭവിച്ചതെന്നുള്ളത് വലിയ വിഷമമുള്ള കാര്യമാണ് ഉം, ഉം, ഉം. ഇപ്രാവശ്യം. ബിക്കോസ് എല്ലാം പോയി. $1 മില്യൺ പോയതാണ്. അതെ, അതെ, അതിന്റെ അതെ. കൂടെ അതിൽ നിന്നും പ്രതീക്ഷ കമ്മട്ടവും ഉം, പോയി. ഉം, ഉം, ഉം. ഇപ്പൊ സാത്താൻ എവിടെയാണെന്നുള്ളത് സിനിമ കാണുമ്പോൾ അറിയാം. വലിയ പ്രശ്നത്തിലാണ്. ഇരുമ്പ് അബ്ദുള്ളയെ മിസ് ചെയ്യുന്നുണ്ടോ? ഒബ്വിയസ്ലി ഇരുമ്പ് അബ്ദുള്ളയും ഇന്റർപ്റ്റ് ചെയ്യാൻ ശ്രമിക്കണം. ഒരുപക്ഷെ വിജയ് ബാബു ആയിരിക്കും അദ്ദേഹത്തിന് ഏറ്റവും നല്ലൊരു കോമഡി സീൻ അദ്ദേഹത്തിന്റെ ഏറ്റവും അവസാന സമയത്ത് കൊടുത്തിട്ടുണ്ടാവുക. അല്ല, അദ്ദേഹത്തിന്റെ ഒരു ഫേവറേറ്റ് ആക്ടറാണ്. പല സിനിമകളിൽ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ഇതില് വലിയ ഫേമസ് ആയ എന്താ പേര് പറയാൻ താല്പര്യമില്ല. പേര് ഇതൊരു പറയണ്ട. ഒരു അനോണിമസ് കോളാണ്, പറയണ്ട. അയ്യോ, മൊബൈല് നോക്കിയിട്ട് ഇരുമ്പ് അബ്ദുള്ള കോളിംഗ്. അപ്പൊ അദ്ദേഹത്തെ മിസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ പാപ്പന്റെ വീടിന്റെ ആധാരമൊക്കെ അദ്ദേഹത്തിന്റെ കയ്യിലാണല്ലോ. അതെ, 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 അതെ. അപ്പം അത് നോക്കാം, എന്താ എടുക്കാൻ പറ്റുമോ നോക്കട്ടെ. പഞ്ചായത്ത് പ്രസിഡന്റ് ഉതുപ്പ്. ഉതുപ്പൊക്കെ ഈ ടെറൈനിൽ ഇല്ല. ഉതുപ്പൊക്കെ ആകെ ക്ഷീണിച്ചു പോയിരിക്കാം. ഈ ടെറൈനിൽ ഉതുപ്പില്ല. ഓക്കെ, ഓക്കെ. പാപ്പന്റെ അമ്മ മറിയമ്മ. അവരൊക്കെ ഉണ്ട്. പാപ്പനോട് കലിപ്പാണ്. ആ, കാരണം വീടിന്റെ ആധാരം തിരിച്ചെടുക്കാൻ പറ്റിയിട്ടില്ല. ആ. പിന്നെ ഉള്ള പൈസ എല്ലാം, സ്വത്തുക്കളെല്ലാം ഇപ്പം ദാരിദ്ര്യത്തിലാണല്ലോ. അപ്പൊ പാപ്പനോട് തീർത്താതിരാത്ത കലിപ്പുണ്ട്. ഹക്കിമിനൊരു തിരിച്ചുവരവ്. സഖാവ് ഹക്കിം. പറയാൻ പറ്റില്ല. ആ. അണ്ണലി സാബും ടീമും എങ്ങനെ? അല്ല, അവരൊക്കെ ജയിലില്ല. ഓ, അവരൊക്കെ ജയിലിലാണ്. എത്ര ഡിപ്ലോമാറ്റിക് ആയിട്ടത് ഡീൽ ചെയ്യണം നോക്ക്. കേശവ ശർമ്മ IPS 10,000 രൂപ കൊടുത്ത് പോയതാണ്. പിന്നെ എന്തെങ്കിലും ഇല്ല. അത് ഇതിലൊക്കെ അവരൊന്നും എത്തിയിട്ടില്ല. ഇത് വേറെ ടെറൈനിലേക്ക് മാറാണ്. ഭാര്യ ഉപേക്ഷിച്ചു പോയ കൃഷ്ണൻ മന്ദാരം, അതായത് ഭഗത് മാനുവൽ ശക്തമായി വേറെ പെണ്ണുങ്ങളെ നോക്കി നടക്കണ്ടേ. ഹരികൃഷ്ണൻ ലോലൻ അദ്ദേഹം എന്തെങ്കിലും രീതിയിൽ ഇതിൽ ഭാഗമാവോ ഇനി?
അദ്ദേഹത്തിന് ഹരികൃഷ്ണൻ ഉണ്ടല്ലോ, ഹരീഷ് ഉണ്ടല്ലേ? ഹരികൃഷ്ണൻ ഉണ്ടല്ലോ. ഈ ഫുക്രു ആരെങ്കിലും റീപ്ലേസ് ചെയ്യുന്നുണ്ടോ? അല്ല, റീപ്ലേസ് അല്ല, അത് കഥയുടെ ഭാഗമാണ്. ഓക്കെ ഇതിനകത്ത് ഒരു ഓക്കെ 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 മൂങ്ങ എന്ന് പറയുന്ന ക്യാരക്ടറിന് എന്ത് സംഭവിച്ചു എന്നുള്ളത് അത് കാണാം, നമുക്ക് കാണാം. മൂങ്ങ നല്ല കുടിക്കായിരുന്നല്ലോ, അതെ അതെ അതെ. കുടി നിർത്താനായിട്ട് അവിടെ വിട്ടിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ബാസ്റ്റിൻ പത്രോസ് അല്ല, ബാക്കി എല്ലാവരും അവിടെ തന്നെ ഉണ്ട്. അത് ആ. ക്യാരക്ടറിന്റെ ഭാഗമാണ്. ഇതെന്താന്ന് വെച്ചാൽ നമ്മൾ ആ. എന്തെങ്കിലും ഇട്ട് കഴിയുമ്പം ഉം. സോഷ്യൽ മീഡിയ അങ്ങ് അസ്യൂം ചെയ്യാണ്, ഉം. റീപ്ലേസ് ചെയ്തു, അത് ചെയ്തു. അങ്ങനൊന്നുമല്ല. അല്ല, കാണുമ്പോൾ അതൊക്കെ കറക്റ്റ് ആയിട്ടുള്ള ഫ്ലേവേഴ്സ് അതിനകത്ത് ഉണ്ടാവും. ഫൈനലി സോഷ്യൽ മീഡിയ ഒന്നാകെ ചോദിക്കുന്ന ചോദ്യം, എന്ന് ടീസർ ഡ്രോപ്പ് ചെയ്യും? 28-ാം തീയതി അല്ലെങ്കിൽ 1-ാം തീയതി ട്രെയിലർ. ഓക്കെ ഓക്കെ. ഒന്നില്ലെങ്കിൽ ഫെബ്രുവരി 22 അല്ലെങ്കിൽ മാർച്ച് 1 തീയതി. മാർച്ച് 1-ാം തീയതി. അതൊരു അനൗൺസ്മെന്റ് ഫൈനലി. അതിന്റെ സ്ക്രീനിങ് എങ്ങനെയാ? മറ്റേ ബുർജ് ഖലീഫയിലോ നമുക്ക് അതൊരു ടൈം സ്ക്വയറിലോ അങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ടോ? അതൊക്കെ ചെയ്യാന്ന് ഞാൻ പറഞ്ഞു മിഥുനോട്. ആടല്ലേ, നമുക്ക് മിഥുൻ എന്നോട് പറഞ്ഞ്, ചേട്ടാ നമുക്ക് ബുർജ് ഖലീഫയില് നമുക്ക് വെക്കണം, വലിയ പടമാണ്. ടൈം സ്ക്വയറിൽ 1, പിന്നെ ന്യൂയോർക്കിൽ ഇവിടെ 1, പിന്നെ താജ്മഹൽ വേണോ, ഐഫൽ ടവർ. അപ്പൊ പറഞ്ഞു, എല്ലാം ആടല്ലേ, നമുക്ക് എന്തും ചെയ്യാലോ, നീ എവിടാന്ന് പറഞ്ഞാൽ മതി ഇതിനെ, ഞാൻ എല്ലാം ചെയ്ത് തരാം. ആടിന് നമുക്ക് എന്തായാലും ഓൺലൈനിൽ ഇട്ടാൽ മതില്ലോ, മേക്ക് ബിലീഫ് എന്നുള്ളതല്ലേ, തരാൻ. ഇത് നമുക്ക് എങ്ങനെ ചെയ്യണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. ഇപ്പൊ ഫൈനലൈസ് ആയിട്ടില്ല. ആഗ്രഹം എന്ന് പറഞ്ഞത്, ഞാൻ പറഞ്ഞില്ലേ, ആടെന്ന് പറയുന്നത് ഒരു 10 വയസ്സിനും 60 വയസ്സിനും വരെ എല്ലാവർക്കും പബ്ലിക്കില് ഒരു ടാർഗറ്റ് ഏജ് ഇല്ലാത്ത സിനിമ, ഒരു പബ്ലിക് ഇവന്റ് ആയിട്ട് പബ്ലിക്കായിട്ട് ചെയ്യണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. ജനങ്ങളുടെ മുമ്പിൽ ഒരു ഹാളില് ഇരുത്തി ഒരു ചെറിയ ക്രൗഡിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയക്ക് വേണ്ടി മാത്രം ചെയ്യേണ്ട ഒരു ഇവന്റ് അല്ല. ഇതൊരു പബ്ലിക് ഈവന്റ് ആയിട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹം. എന്ന് വെച്ചാൽ എല്ലാവരും വരട്ടെ, സോഷ്യൽ മീഡിയക്ക് ഒക്കെ വെച്ചുകൊണ്ട് ഒരു പബ്ലിക് ഈവന്റ് ആയിട്ട് ചെയ്യാം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ്. പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു ലോകയുടെ ക്രെഡിറ്റുമായി ബന്ധപ്പെട്ടിട്ട്. ലോകയുടെ ക്രെഡിറ്റ് അതിന്റെ ടീമിന് മാത്രം അവകാശപ്പെട്ടതാണ്, അതിന് അവസരം ഒരുക്കി കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് എടുക്കുന്നത് ശരിയായ കാര്യമേ അല്ല. അങ്ങനത്തെ ഒരു സിസ്റ്റം ഞാൻ പറഞ്ഞു. ഞാൻ അതിനകത്ത് കൃത്യമായിട്ട് എഴുതിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ, വിമൻ സെൻട്രിക് സിനിമകൾ എന്നും മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട്, വൈശാലി സംഭവിച്ചിട്ടുണ്ട് എന്നും. ഞാൻ തന്നെ ജൂൺ എന്ന് പറഞ്ഞ സിനിമ ചെയ്തിട്ടുണ്ട്. അതിന് ഒരു ഗ്രൂപ്പ് വന്നിട്ട് ഞങ്ങളാണ്, ഏത് രീതിയിൽ പറഞ്ഞാലും അതിന് നമുക്ക് കീറി മുറിച്ച് അതിനെ വ്യാഖ്യാനിപ്പിക്കാം. ആ സ്പേസ് അല്ല ഉദ്ദേശിച്ചത്, ഈ സ്പേസ് ആണ് ഉദ്ദേശിച്ചത്, ഇങ്ങനെ ആ ഒരു ചർച്ച, അങ്ങനെ ഒന്നുമല്ല. ലെറ്റ് us നോട്ട് അത് വളരെ ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളുള്ള സിനിമകളും സ്ത്രീ സെൻട്രൽ ക്യാരക്ടറായിട്ടുള്ള സിനിമകളും ഇവിടെ കാലാകാലങ്ങളോളം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബിഗ് ബഡ്ജറ്റ് സിനിമകൾ, ആ ഓരോ കാലത്തിനും അനുയോജ്യമായ ബിഗ് ബഡ്ജറ്റ് സിനിമകൾ. ഹൗ ഓൾഡ് ആർ യു എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങുമ്പോൾ ആ കാലത്ത് നല്ല ബഡ്ജറ്റുള്ള സിനിമയാണത്, അല്ലേ? അപ്പം കാലം മാറുമ്പോൾ ഇപ്പൊ വേഫയർ പോലൊരു പ്രൊഡക്ഷൻ ഹൗസിന് അത് എടുക്കാനുള്ള ധൈര്യം വരുന്നു, അല്ലേ? ആ ധൈര്യം എന്ന് പറയുന്നത് അതൊരു ഫ്രാഞ്ചൈസി മോഡലിലേക്ക് ക്രിയേറ്റ് ചെയ്യും. അതിൽ ദുൽഖർ സൽമാൻ എന്ന സൂപ്പർ സ്റ്റാർ ഇൻവോൾവ് ആവുകയും അതിൽ ടൊവിനോ തോമസ് എന്ന് പറഞ്ഞ യങ് സൂപ്പർ സ്റ്റാർ ഇൻവോൾവ് ആവുകയും അതിനെ ഒരു യൂണിവേഴ്സ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലെ ഫസ്റ്റ് ചാപ്റ്റർ ചന്ദ്ര എന്ന് പറഞ്ഞു വരുന്നു, അല്ലേ? അപ്പം അങ്ങനെ പ്ലേസ് ചെയ്ത് അത് മാർക്കറ്റ് ചെയ്ത് അതിൻ്റെ അതിൻ്റെ വിജയം എന്ന് പറയുന്നത് വേഫെയർ ടീമിനും ദുൽഖർ സൽമാൻ അത് സെലക്ട് ചെയ്ത ദുൽഖറിനും അതിന് ട്രസ്റ്റ് ചെയ്ത വേഫെയർ ടീമിനും അതിൻ്റെ ഡയറക്ടറായ അരുൺ ഡൊമിനിക്കിനും മാത്രമുള്ളതാണ്. അരുണുമായി ഞാൻ ഈ സിനിമ ഇതിന്റെ സ്ക്രിപ്റ്റ് മുമ്പ് വേഫെയറിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. എനിക്കറിയാം അതിന്റെ സ്കോപ്പും അറിയാം, പല കാര്യങ്ങളും അത് പ്രൊഡ്യൂസ് ചെയ്യാൻ ആലോചിച്ചിരുന്നതാണ്. പ്രൊഡ്യൂസ് ചെയ്യാൻ ആലോചിച്ചിരുന്നത്. പക്ഷേ അന്ന് ഞങ്ങൾ തമ്മിലുണ്ടായ പല ചർച്ചകൾ, ക്രിയേറ്റീവ് ചർച്ചകളുണ്ടായിരുന്നു. പക്ഷേ ഐ ബിലീവ് ദാറ്റ് അത് ദുൽഖറിന്റെ ടീം ഏറ്റെടുത്തുകൊണ്ടാണ് ലോക ഇങ്ങനെ ആവുന്നത്. ഞാൻ ഏറ്റെടുക്കുമ്പോൾ ഐ ഹാവ് ടു ഈ ക്യാമിയോസ് അല്ലെങ്കിൽ എക്സ്റ്റൻഡഡ് ക്യാമിയോസ് നെക്സ്റ്റ് യൂണിവേഴ്സിലേക്ക് വരുന്ന ക്യാരക്ടേഴ്സിന് വേണ്ടി ഐ ഹാവ് ടു ഗോ ആൻഡ് കൺവിൻസ് ദീസ് പീപ്പിൾ. സോ അത് എന്ത് ഈസി ആവുകയാണ്, ദുൽഖറിനെ പോലുള്ള സ്റ്റാർ അത് കൺവിൻസ് ആയതുകൊണ്ട് പ്രോജക്ട് ഇസ് ഡൺ. ബാക്ക്വേർഡ്സ് വന്നു. സോ ബാക്ക്വേർഡ്സ് വരുമ്പോൾ സോ അതാണ് ലോകയുടെ ധൈര്യവും റീസണും ആൻഡ് അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു വുമൻ സെൻട്രിക് ക്യാരക്ടറിനെ കൊണ്ടുവരാൻ അതങ്ങനെ തന്നെയായിരുന്നു സിനിമ. അതിനേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ അത് ആരും സ്പേസ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. അത് എന്നും നല്ല സിനിമകൾ, വിമൻ സെൻട്രിക് ആയിട്ടുള്ള സിനിമകൾ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട്, അത് വിജയിച്ചിട്ടുണ്ട്.
അതിന്റെ പുറകിൽ ചില ആ ഇൻഗ്രീഡിയൻസ് ഉം. കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ഇപ്പൊ ഞാൻ പറയട്ടെ, ഒരു മെയിൽ സെൻട്രിക്, ഇപ്പൊ മെയിൽ സെൻട്രിക് എന്നുള്ള ഒരു സിനിമയില് ഉം. കേന്ദ്ര കഥാപാത്രം ഒരു മെയിലാണെങ്കിലും ശക്തമായ സ്ത്രീ കഥാപാത്രം ഇല്ലാതെ ആ സിനിമ വിജയിച്ചിട്ടുണ്ടോ? ഉം. എത്രയോ സിനിമകളില് ഇപ്പം ദേവാസുരം. ദേവാസുരം എന്ന് പറഞ്ഞ സിനിമയിൽ രേവചേച്ചി ഇല്ലെങ്കിൽ എന്ത് ദേവാസുരം അല്ലേ? ശക്തമായ സ്ത്രീ കഥാപാത്രം അല്ലേ? ആറാം തമ്പുരാനില്, അല്ലെങ്കിൽ ഇപ്പൊ കന്മദത്തില്, ഉം. അല്ലെങ്കിൽ ഏതോ ഒരു സിനിമ എടുത്ത് നോക്കൂ അല്ലേ? അപ്പം അതൊരു കോമ്പിനേഷനാണ്. ഉം. ചിലതിൽ വിമൻ ക്യാരക്ടേഴ്സ് ആയിരിക്കും ലീഡ് ചെയ്യുന്നത്. അതിന് മെയിൽ ക്യാരക്ടേഴ്സിന്റെ മെയിൽ സപ്പോർട്ട് ഉണ്ടാവും. ചിലതിൽ മെയിൽ സപ്പോർട്ട് ആയിരിക്കും. പക്ഷെ എന്നും അത് ബാലൻസ് ചെയ്യപ്പെട്ട് തന്നെയാണ് സിനിമയിൽ പൊക്കോണ്ടിരിക്കുന്നത്. അതിലൊരു ചേരിതിരിവ് ഉണ്ടാക്കുക എന്നുള്ളത് ചിലത് ചിലവരിങ്ങനെ വിജയ് ചെയ്തോണ്ടിരിക്കും. ഫ്രാങ്ക് ആയി ചോദിച്ചോട്ടെ, ആ. വളരെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു റിമാക്ക് അല്ലെങ്കിൽ ഏറ്റവും അധികം നിങ്ങൾ എത്ര എത്ര രസമായിട്ടുള്ള സിനിമകൾ നിങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 22 നിങ്ങളുടെ ആ സീൻസിനൊക്കെ എന്തുമാത്രം ക്ലാപ്സ് ആയിരുന്നു ആ. തിയേറ്ററിൽ. നിങ്ങൾ നായകനും നായികയായിട്ട് സിനിമ ചെയ്തിട്ടുണ്ട്. ആ ഇക്വേഷൻ മാറിപ്പോയില്ലേ ഇപ്പോൾ? പല ഇക്വേഷനും ഇൻഡസ്ട്രിയിൽ മാറിപ്പോയിട്ടില്ലേ? പല ഇക്വേഷൻസും ഇൻഡസ്ട്രിയിൽ മാറിപ്പോയിട്ടുണ്ട്. റിഗ്രറ്റ് ഉണ്ടോ ഇതില്? ഇൻഡസ്ട്രിയിൽ അങ്ങനെ ഒരു സ്ഥായി ആയിട്ടുള്ള ഇക്വേഷൻസ് ഉണ്ടെന്നോ, അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ഈ നേരത്തെ പറഞ്ഞ പോലെ സുഹൃത്ത് ബന്ധങ്ങൾ അത്ര സ്ട്രോങ് ആയിട്ടുള്ളത് വളരെ റെയർ ആയിട്ടാണുള്ളത്. ഉം. വളരെ റെയർ ആയിട്ടാണ് അങ്ങനെ സുഹൃത്ത് ബന്ധങ്ങൾ ഉള്ളത്. കാലത്തിനനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. ഒരു വൺ ഫ്രൈഡേ ക്യാൻ ചേഞ്ച് എ ലോട്ട് ഓഫ് റിലേഷൻഷിപ്സ് ഓൾസോ. റിഗ്രറ്റ്സ്? നോ റിഗ്രറ്റ്സ്. ഐ ഹാവ് നോ റിഗ്രറ്റ്സ് ഇൻ മൈ ലൈഫ്. ഐ ആം വെരി ഹാപ്പി. ഇനിയും ഇതേപോലെ തന്നെ വീണ്ടും നമുക്കിഷ്ടമുള്ള സിനിമകൾ ചെയ്തുകൊണ്ടേയിരിക്കും.